മാതൃകാ യോഗ്യരായ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ബാധ്യത അതാണ്. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മാതൃകാ യോഗ്യരായ മുത്തഖീങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. മുത്തഖീങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ദീൻ അനുഭവിക്കാൻ കഴിയുക. ഈമാനി അല്ലെങ്കിൽ വജദ ഹലാവത്തുൽ ഈമാൻ എന്നൊക്കെ പറഞ്ഞത് അവിടെയാണ്. അപ്പോഴാണ് ഇതിനോടൊരു താല്പര്യവും ഇമ്പവും കമ്പവും താല്പര്യമൊക്കെ നമുക്കുണ്ടാവുക. ബോധം കെട്ടവനും ഭക്ഷണം കഴിക്കും, പക്ഷേ ആ ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല. ബോധമില്ലാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്നു, രുചിയുണ്ട്. ഒരാൾക്ക് തീരെ സുഖമില്ലാതായി ബോധം കെട്ടെടുക്കാൻ, അപ്പോഴേക്ക് ഭക്ഷണം വേണം. ഗ്ലൂക്കോസ് ആയിട്ടും പൈപ്പിലൂടെയും മൂക്കിലൂടെയും ട്യൂബായിട്ടൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും. പക്ഷെ അത് അയാൾക്ക് ആസ്വദിക്കാൻ പറ്റൂല. അയാൾക്ക് ഭക്ഷണം അനിവാര്യമാണ്. പക്ഷെ ആസ്വാദനം നഷ്ടപ്പെട്ടു ബോധം പോയപ്പോൾ. ഇതുപോലെ നമ്മുടെ ആത്മാവിന്റെ ബോധം പോയപ്പോൾ ആരാധനകരുടെ ആസ്വാദനം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ പെൺകുട്ടികൾക്ക്